ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു റിസൾട്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്താണെന്ന് നോക്കാം. മനുഷ്യാവകാശ പ്രഖ്യാപനം, ദാറ്റ് ഇസ് പുതിയ ഭരണഘടന. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ബേസിക്കലി ഇതാണ് ഫ്രാൻസിനായി ദേശീയ സഭ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗം. ഈ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്നാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. രണ്ടാമത്തേത്, എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. നെക്സ്റ്റ്, എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. ലാസ്റ്റ് വൺ, സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. ദാറ്റ് ഈസ്, മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡമാണ് സ്വാതന്ത്ര്യം. സമൂഹത്തിന് ഹാനികരമായ കാര്യങ്ങളെ നിയമത്താൽ വിലക്കാൻ സാധിക്കും. ഇതിനുശേഷം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഫ്രാൻസിൽ നിരവധി റിഫോംസ് നടപ്പിലാക്കി. അതിൽ ചില ഇമ്പോർട്ടൻ്റ് റിഫോംസ് ആണ്. ഒന്ന്, രാജ്യത്താകമാനം ഒരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കി. രണ്ട്, അസൈനാത്ത് എന്ന പേരിൽ ഒരു പുതിയ പേപ്പർ കറൻസി പുറത്തിറക്കി. നെക്സ്റ്റ്, മതനേതാക്കളുടെ നിയന്ത്രണത്തിലുള്ളിലിരുന്ന സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്തു. നെക്സ്റ്റ്, കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ് പ്രഖ്യാപിച്ചു. അടുത്തത്, പുരോഹിതർ ഗവൺമെൻറ് സാലറി ലഭിക്കുന്ന ഉദ്യോഗസ്ഥരായി മാറി. സോ ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം, സമത്വം, മനുഷ്യാവകാശം എന്നീ ആശയങ്ങളെ ലോകത്ത് വളരെ ശക്തമായി മുന്നോട്ട് വെച്ച ഒരു മേജർ ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റ് തന്നെ. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനും ദേശീയ കടം തീർക്കാനും വേണ്ടിയുള്ള ബോണ്ടും കറൻസിയുമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കാലക്രമേണ സർക്കാർ തൻ്റെ ചിലവുകൾ നിറവേറ്റുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അച്ചടിച്ച് പുറത്തിറക്കാൻ തുടങ്ങി. ഇത് വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. അവസാനം 1796 അസൈനാറ്റിൻ്റെ മൂല്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും രാജാവായ ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം പിന്നീട് ജാക്കോബിനുകൾ കൈവശപ്പെടുത്തി. അതേസമയം യൂറോപ്പിലെ ശക്തികളായ ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിച്ചു. ഈ സാഹചര്യത്തെ നേരിടുന്നതിനായി കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാരീസിൽ ഭീകരമായ ഒരു ഭരണകാലം ആരംഭിച്ചു. പാരീസ് നഗരത്തിൻ്റെ ഭരണ നിയന്ത്രണം ടാൻടൺ, ഹെബർട്ട്, മറാറ്റ്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. ടാൻടൺ, ഹെബർട്ട്, മറാറ്റ്, റോബസ്പിയർ. ഈ കാലഘട്ടത്തിൽ പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ പിന്തുണച്ചവർ തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ രാജ്യദ്രോഹികളെന്ന് ആരോപിച്ച് ജയിലിലടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കുന്നതിനായി ഏകദേശം 1500 പേരെ
പാരീസ് നഗരത്തിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഈ സംഭവമാണ് ചരിത്രത്തിൽ സെപ്റ്റംബർ കൂട്ടക്കൊല അഥവാ സെപ്റ്റംബർ മസാക്കർ എന്നറിയപ്പെടുന്നത്. ജനങ്ങളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. ഭീകരവർഷത്തിൻ്റെ കാലത്ത് അനേകം ആളുകളുടെ മരണത്തിന് കാരണമായിരുന്ന റിപ്പബ്ലിക്കിൻ്റെ നേതാക്കളും പിന്നീട് ഇതേ ഗില്ലറ്റിലൂടെ വധിക്കപ്പെട്ടു. അതോടൊപ്പം വിപ്ലവകാരികൾ നിലവിലുള്ള കലണ്ടർ ഉപേക്ഷിച്ച് പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവകാലത്തെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻസും ജിറോണ്ടിസ്റ്റുകളും. ജാക്കോബിനുകൾ വിപ്ലവത്തിൽ ശക്തമായ മാറ്റങ്ങൾ ആഗ്രഹിച്ച ഒരു റാഡിക്കൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പായിരുന്നു. ജാക്കോബിൻ കോൺവെൻറ്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാലാണ് ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇവരുടെ പ്രധാന നേതാവായിരുന്നു മാക്സിമിലിയൻ റോബസ്പിയർ. ഭീകരവാഴ്ച അഥവാ ഭീകരവർഷം എന്നറിയപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ഇവരുടെ കൈകളിലായിരുന്നു. മറ്റൊരു വശത്തുള്ള ഗ്രൂപ്പാണ് ആര്? ജിറോണ്ടിസ്റ്റുകൾ കുറച്ചുകൂടി മോഡറേറ്റ് ആയ രാഷ്ട്രീയ വിഭാഗമായിരുന്നു. ഇവർ വിപ്ലവത്തെ പിന്തുണച്ചിരുന്നെങ്കിലും അമിതമായ അക്രമത്തെ എതിർത്തിരുന്നു. ജിറോണ്ട് എന്ന പ്രദേശത്തു നിന്നുള്ള നേതാക്കളാണ് ഈ ഗ്രൂപ്പിൽ കൂടുതലും. അവസാനം ജാക്കോബിനുകൾ അധികാരം പിടിച്ചെടുത്തതോടെ ജിറോണ്ടിസ്റ്റുകൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് വിപ്ലവകാരികൾ പഴയ ഗ്രിഗോറിയൻ കലണ്ടർ ഉപേക്ഷിച്ച് ഒരു പുതിയ റെവല്യൂഷണറി കലണ്ടർ അവതരിപ്പിച്ചു. ഇത് 1793 ഫ്രാൻസിൽ നടപ്പിലാക്കി. ഈ കലണ്ടറിൻ്റെ ആദ്യ ദിവസം 1792 സെപ്റ്റംബർ 22 ആയിരുന്നു. കാരണം ആ ദിവസമാണ് ഫ്രാൻസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പം ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22 ഈ കലണ്ടറിലെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഈ കലണ്ടറിലെ ഒരു പ്രത്യേകത എന്താണെന്നാൽ ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങൾക്ക് പകരം 10 ദിവസങ്ങളുണ്ടായിരുന്നു. ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങൾ ഡീക്കേഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായും ഒരു സെക്യുലർ കലണ്ടറായിരുന്നു, ഒരു മതേതര കലണ്ടറായിരുന്നു. വിപ്ലവത്തിൻ്റെ 12ാം വർഷം വരെ 1801 ആ കാലഘട്ടം വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിൽ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. 1792 ഈ യന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. വേഗത്തിലും ഒരേ രീതിയിലും വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ യന്ത്രം കൊണ്ടുവന്നത്. ഭീകരവാഴ്ച എന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. ലൂയി 16 രാജാവിനെയും ഭാര്യ മേരി അന്റോയിനറ്റ് രാജ്ഞിയെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. ഭീകരവാഴ്ചയുടെ കാലത്തെ വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറിനെയും ഗില്ലറ്റിന് വിധേയമാക്കി. ഭീകരവാഴ്ച അവസാനിച്ചതിന് ശേഷം ഫ്രാൻസിൽ 1795 ഒരു പുതിയ രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെട്ടു. പുതിയ ഭരണഘടന നടപ്പിലാക്കി. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരണകാര്യങ്ങൾ നടത്താൻ 5 അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ ഭരണ സംവിധാനത്തെയാണ് ഡയറക്ടറി എന്ന് വിളിച്ചത്. അങ്ങനെ ഫ്രാൻസിൽ പുതിയ ഒരു ഭരണകൂടം ആരംഭിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ പ്രശ്നങ്ങൾ ഉയർന്നു. അഴിമതിയും ദുർവ്യവസ്ഥയും കാരണം ഡയറക്ടറി ഭരണകൂടം ക്രമേണ ദുർബലമായി. ഫലമായി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു. ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടു. ഇതോടെ പുതിയ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസവും കുറയാൻ തുടങ്ങി. ഇങ്ങനെ ഡയറക്ടറി ഭരണകൂടം ശക്തി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പിന്നീട് ആര് വന്നത്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്നത്. ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് ഫ്രാൻസിലുണ്ടായ ഏറ്റവും വലിയതും പ്രകടമായതുമായ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയുടെ അവസാനമായിരുന്നു.
അതായത് മുമ്പ് പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങളും ഭൂമികളും എല്ലാം അവസാനിച്ചു. അതിനോടൊപ്പം തന്നെ ദേവാലയങ്ങളുടെ ഭൂമികളും സർക്കാർ ഏറ്റെടുത്തു. ഇങ്ങനെ സഭയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമികൾ പിന്നീട് മധ്യവർഗക്കാരുടെ സ്വത്തായി മാറി. മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവുതൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണിത്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ വാക്കുകൾ കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ അസ്ഥിരമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിലേക്ക് ഉയർന്നു വന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു ബ്രിഗേഡിയർ ജനറലായിരുന്ന നെപ്പോളിയൻ പിന്നീട് ഭരണകൂടത്തെ മാറ്റി ഫ്രാൻസിൻ്റെ നേതാവായി മാറി. അതിനുശേഷം അദ്ദേഹം രാജ്യത്ത് നിരവധി ഭരണപരവും സാമ്പത്തികവുമായ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിയമപരമായ പരിഷ്കാരങ്ങൾ. നെപ്പോളിയൻ കൊണ്ടുവന്ന നെപ്പോളിയൻ കോഡ് വഴി ഫ്യൂഡൽ നിയമങ്ങൾ ഇല്ലാതാക്കി. എല്ലാവർക്കും നിയമത്തിനു മുൻപിൽ സമത്വവും മതസ്വാതന്ത്ര്യവും ഉറപ്പാക്കി. അടുത്തത് പോപ്പുമായുള്ള കോൺകോർഡറ്റ് കരാർ. ഈ കരാറിലൂടെ കത്തോലിക്ക സഭയുടെ സ്വാതന്ത്ര്യം വീണ്ടും അംഗീകരിക്കപ്പെട്ടു. അതോടൊപ്പം മറ്റു മതങ്ങളുടെയും സ്വാതന്ത്ര്യം അനുവദിച്ചു. വിദ്യാഭ്യാസ രംഗത്തും നെപ്പോളിയൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ലൈസസ് സ്കൂളുകൾ ആരംഭിച്ചു. കൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം സർക്കാർ നിയന്ത്രണത്തിലാക്കി. സാമ്പത്തിക രംഗത്ത് നെപ്പോളിയൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കൂടാതെ രാജ്യത്ത് ഒറ്റ നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. അവസാനമായി സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ വിവിധ ബറ്റാലിയനുകളായി പുനഃസംഘടിപ്പിച്ചു. ഇതിലൂടെ ഫ്രാൻസിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു. ഇങ്ങനെ നെപ്പോളിയൻ്റെ ഭരണപരമായ പരിഷ്കാരങ്ങൾ ആധുനിക ഫ്രാൻസിൻ്റെ അടിത്തറ. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ ഒത്തുകൂടി. ഈ യോഗം കോൺഗ്രസ് ഓഫ് വിയന്ന എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ മെറ്റേണിച്ച് ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവവും നെപ്പോളിയൻ യുദ്ധങ്ങളും കഴിഞ്ഞ് യൂറോപ്പിൽ സ്ഥിരത കൊണ്ടുവരിക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുൻപുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. 2.
ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. 3. ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. നെക്സ്റ്റ്, മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രധാന ചിഹ്നമായിരുന്നു ട്രീ ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യ വൃക്ഷം. ഈ ആശയം ആദ്യം വന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ്. പിന്നീട് ഫ്രാൻസിൽ പൊതുസ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ നട്ട് അതിനെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചു. ഈ വൃക്ഷങ്ങളിൽ ചുവന്ന ഫ്രിജിയൻ ക്യാപ്പുകൾ തൂക്കി വെക്കാറുണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന്റെയും മോചനത്തിന്റെയും അടയാളമായിരുന്നു. ഈ ആശയം ഇന്ത്യയിലും സ്വാധീനം ചെലുത്തി. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോടുള്ള തന്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ്. 1789 ആരംഭിച്ച ഈ വിപ്ലവം ഫ്രാൻസിലെ രാജഭരണം അവസാനിപ്പിച്ചു. ഇത് സ്വാതന്ത്ര്യം, സമത്വം, സഹോദരത്വം എന്ന ആശയങ്ങളെ ലോകത്തിനു മുന്നിൽ എത്തിച്ചു. ഈ ആശയങ്ങൾ പിന്നീട് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുമുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചു. അതിനാൽ ഫ്രഞ്ച് വിപ്ലവം ആധുനിക ലോക ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവ്